നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇനിറ്റ്. ഇനീഷ്യലൈസേഷൻ്റെ ഷോർട്ട് ആണ് ഇനിറ്റ്. ഇനിറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോസസ് സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ബൂട്ടിംഗ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ബൂട്ട് ചെയ്യുമ്പം ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇനിറ്റ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ലിനക്സിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇനിറ്റ്. ഇസ് ദ ഫസ്റ്റ് പ്രോസസ് സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ബൂട്ടിംഗ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ബൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇനിറ്റ്. ബൂട്ടിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ബൂട്ടിങ്, വാട്ട് ഈസ് ബൂട്ടിങ്? ബൂട്ടിങ് മീൻസ് ഇനീഷ്യലി നമ്മൾ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പം അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റീഡ് ഓൺലി മെമ്മറിയിലാണ് ഉണ്ടാവുക അല്ലേ, അതായത് റോമിലാണ് ഉണ്ടാവുക. ബട്ട് നമ്മൾക്ക് എന്തൊരു സംഭവം റൺ ചെയ്യണമെങ്കിൽ അത് റാമിലേക്ക് കൊണ്ടുവരണം. ബട്ട് റാം ഈസ് വോളറ്റൈൽ, മീൻസ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പവർ ഓഫ് ചെയ്യുമ്പം റാമിലെ കണ്ടൻസ് കംപ്ലീറ്റ് ഇറൈസ് ആയിപ്പോവും. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ പവർ ഓഫ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ റാമിലെ കംപ്ലീറ്റ് കണ്ടൻസ് ഇറൈസ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ റാമിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ റോം റീഡ് ഓൺലി മെമ്മറിയാണ്, അതായത് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റൂ, റൈറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് കണ്ടൻസ് പ്രിസർവ് ചെയ്ത് വെക്കും. അപ്പോൾ ആ കണ്ടൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പാർട്സ് അതിലാണ് റോമിലാണ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ റോമിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം റാമിലേക്ക് ലോഡ് ചെയ്ത് വരുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഇനിറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോസസ് സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ബൂട്ടിംഗ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് ബൂട്ടിംഗ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് പ്രോസസ്സാണ് ഇത് ഇനിറ്റ്. Init is a daemon process. അതായത് daemon process means a starting process that continues running until the system is shut down. അതായത് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുന്നത് വരെ അത് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് ഈസ് ദ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് പാരൻറ്റ് പ്രോസസ്സാണ്. അതായത് എല്ലാ പ്രോസസ്സിൻ്റെയും പാരൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇനിറ്റ് എന്നുള്ള പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഓൾ അതർ പ്രോസസ്സസ് ആൻഡ് ഓട്ടോമാറ്റിക്കലി അഡോപ്റ്റ്സ് ഓൾ ഓഫൻഡ് പ്രോസസ്സ്. അതായത് പാരൻ്റ് ഇല്ലാത്ത പ്രോസസ്സ് ഉണ്ടാകും, അതിൻ്റെയൊക്കെ പാരൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാ? ഇത് ഇനിറ്റാണ്. അതായത് പാരൻ്റ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് പാരൻ്റ് മീൻസ് ഇപ്പോൾ സപ്പോസ് ഇനിറ്റാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സ്. ഇനിറ്റ് വേറൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്തു, ആ പ്രോസസ്സ് വേറൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ തേർഡ് ക്രിയേറ്റഡായ പ്രോസസ്സിൻ്റെ പാരൻ്റ് മീൻസ് ആ സെക്കൻഡ് പ്രോസസ്സാണ്. അപ്പോൾ ആ കേസിൽ ഇനിറ്റ് ഇൻഡയറക്റ്റ് പാരൻ്റാണ്. ചില കേസസ് ഉണ്ടാവും പ്രോസസ്സ് ഡയറക്റ്റ് ഇനിറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, അതിൻ്റെ കേസിൽ ഈ ഇനിറ്റ് പാരൻറ്റ് പ്രോസസ്സ്. അല്ലെങ്കിൽ ചില കേസിൽ പാരൻ്റ് ഇല്ലാത്ത പ്രോസസ്സ് ഉണ്ടാവും, ആ പ്രോസസ്സിൻ്റെ കേസിലാണെങ്കിൽ ഇനിറ്റ് പാരൻറ്റ് പ്രോസസ്സായിരിക്കും. ഇനിറ്റ് ഈസ് സ്റ്റാർട്ടഡ് ബൈ ദ കേർണൽ ഡ്യൂറിങ് ബൂട്ടിംഗ് പ്രോസസ്സ്. അത് പറഞ്ഞു, ബൂട്ടിംഗ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. ഇറ്റ് ഈസ് പ്രിൻസിപ്പൽ റോൾ ഈസ് ടു ക്രിയേറ്റ് പ്രോസസ്സസ് ഫ്രം സ്ക്രിപ്റ്റ് സ്റ്റോർഡ് ഇൻ ദ ഫയൽ എക്സെട്ര /init ടാബ്. അതായത് ഇതിൻ്റെ പ്രൈമറി പ്രോസസ്സ്, ഈ ഇനിറ്റിൻ്റെ പ്രിൻസിപ്പൽ റോള് മീൻസ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക. ഏത് ഫയൽ ഈ etc/init ടാബ് എന്നുള്ള ഫയലിൽ കുറേ സ്ക്രിപ്റ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. ആ സ്ക്രിപ്റ്റ് റൺ ചെയ്ത് ഓരോ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇനിറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ. ഇറ്റ് യൂഷ്വലി ഹാസ് എൻട്രീസ് വിച്ച് കോസ് ഇനിറ്റ് ടു സ്പോൺ ഗെറ്റ് ഓൺ ഈച്ച് ലൈൻ ദാറ്റ് യൂസർ ക്യാൻ ലോഗിൻ. അതായത് ഓരോ ലൈന് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ etc/init ടാബ് എന്നുള്ള ഫയലിലുള്ള ഓരോ ലൈന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് പ്രോസസ്സസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് യൂസറിന് ആവശ്യമായ പ്രോസസ്സസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ് കൺട്രോൾസ് ഓട്ടോണോമസ് പ്രോസസ് റിക്വയർഡ് ബൈ എനി പെർട്ടിക്കുലർ സിസ്റ്റം. ഓട്ടോണോമസ് പ്രോസസ്സിനെയും കൺട്രോൾ ചെയ്യൽ, അതായത് ഓട്ടോണോമസ് പ്രോസസ്സ് മീൻസ് അത് ഡിപ്പെൻഡ് ചെയ്യാത്ത, മറ്റ് പ്രോസസ്സസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോസസ്സിനെയും കൺട്രോൾ ചെയ്യൽ ഏതിൻ്റെ ഫങ്ഷനാണ്? ഇനിറ്റിൻ്റെ ഫങ്ഷനാണ്. ഇനിറ്റ് 7 റൺ ലെവൽസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് ലെവൽ 0. ഇനിറ്റ് ലെവൽ 0 ഈസ് ദ ലെവൽ ഇൻ വിച്ച് സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ. അതായത് ഇനിറ്റ് ലെവൽ 0 ഡിഫൈൻ ചെയ്യുന്നത് ഈസ് ദ ലെവൽ ഇൻ വിച്ച് സിസ്റ്റം കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയിട്ടുള്ള ലെവലാണ് ലെവൽ 0.
ലെവൽ 1 ഓർ എസ് റെപ്രസെൻറ്റ് സിംഗിൾ യൂസർ മോഡ്. ലെവൽ 1 ഓർ എസ് റെപ്രസെൻറ്റ് സിംഗിൾ, അതായത് ഒരു യൂസർ മാത്രം സിസ്റ്റം യൂസ് ചെയ്യുന്ന മോഡ്. ലെവൽ 2 through 5 ആ മൾട്ടി യൂസർ ലെവൽസ്. മൾട്ടി യൂസർ മീൻസ് ഒരു മോർ ദാൻ 1 യൂസേഴ്സ് അറ്റ് എ ടൈം സിസ്റ്റം യൂസ് ചെയ്യുന്ന മോഡാണ് ലെവൽ 2 through 5. ലെവൽ 6 ഈസ് എ റീബൂട്ട് ലെവൽ. റീബൂട്ട് ലെവൽ മീൻസ് ബൂട്ടിംഗ് അല്ല, റീബൂട്ടിങ്. അതായത് ആ കമ്പ്യൂട്ടർ പിന്നെയും ഓണായി കിടക്കുമ്പം ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റീബൂട്ട് ലെവൽ. സോ ലെവൽ 6 ഈസ് എ റീബൂട്ട് ലെവൽ. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ദ എക്സെട്രാ ഇനിറ്റ് ടാബ് ഫയൽ ടെൽസ് ദ ഇനിറ്റ് വാട്ട് ടു ഡു അറ്റ് ഈച്ച് ഓഫ് ഇറ്റ് ഈസ് റൺ ലെവൽസ്. ഓരോ റൺ ലെവൽസിലും എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ആ ഫയലിൽ ഉണ്ടാവുക. ഇറ്റ്സ് ഫോമാറ്റ് വാരീസ് ഫ്രം സിസ്റ്റം ടു സിസ്റ്റം. അതായത് ഓരോ സിസ്റ്റത്തിലും ഓരോ സിസ്റ്റം അനുസരിച്ച് അതിൻ്റെ ഫോമാറ്റ് മാറിക്കൊണ്ടേയിരിക്കും. എക്സെട്രാ ബാർ ഇനിറ്റ് ടാബിൻ്റെ ഫോമാറ്റ് മാറിക്കൊണ്ടേയിരിക്കും. അത് എല്ലാ സിസ്റ്റത്തിലും ഒരേപോലെ ആയിരിക്കില്ല. ബട്ട് ദ ബേസിക് ഐഡിയ ഈസ് ദാറ്റ് ഇനിറ്റ് ടാബ് ഡിഫൈൻസ് കമാൻഡ്സ് ദാറ്റ് ആർ ടു ബി റൺ വെൻ ദ സിസ്റ്റം എൻറ്റേഴ്സ് ഈച്ച് ലെവൽ. അതായത് എക്സെട്രാ ബാർ ഇനിറ്റ് ടാബ് എന്ന് പറയുന്ന ഫയലിൽ എന്താണ് ഉണ്ടാവുമെന്ന് വെച്ചാൽ ഓരോ സിസ്റ്റം ഓരോ റൺ ലെവലിൽ എത്തിക്കഴിഞ്ഞാലും അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട കമാൻഡ്സാണ് ആ ഫയലിൽ ഉണ്ടാവുക. ആസ് ദ മെഷീൻ ബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിറ്റ് റാച്ചസ് ഇറ്റ് ഈസ് വേ അപ്പ് ഫ്രം റൺ ലെവൽ 0 ടു ദ ഡിഫോൾട്ട് റൺ ലെവൽ. അതായത് നമ്മുടെ ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുമ്പം ഇനിറ്റ് എവിടെ ഉണ്ടാവുക, റൺ ലെവൽ 0 ആണ്. പിന്നെ അത് എന്ത് ചെയ്യും, നമ്മുടെ ഓരോ മെഷീനും വേണ്ട ഡിഫോൾട്ട് റൺ ലെവലിലേക്ക് അത് റൺ ചെയ്യും. അത് ലെവൽ 1 ആവാം, 2 to 5 ആവാം, ഏതും ആവാം. അപ്പോൾ ആ സിസ്റ്റം ഡിഫൈൻ ചെയ്യുന്ന ഡിഫോൾട്ട് റൺ ലെവലിലേക്ക് അത് മാറും. വിച്ച് ഈസ് ഓൾസോ സെറ്റ് അതും എന്തിലാണ് സെറ്റ്, അതിന് വേണ്ട കമാൻഡ്സും സെറ്റ് ചെയ്തിരിക്കുന്നത് എക്സെട്രാ ബാർ ഇനിറ്റ് ടാബ് എന്നുള്ള ഫയലിലാണ്. ടു അക്കംപ്ലിഷ് ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ഈച്ച് പെയർ ഓഫ് അഡ്ജസൻറ്റ് റൺ ലെവൽസ് ഇനിറ്റ് റൺസ് ദ ആക്ഷൻ സ്പെൽഡ് ഔട്ട് ഫോർ വാട്ട് ട്രാൻസിഷൻ എക്സെട്രാ ബാർ ഇനിറ്റ് ടാബ്. അതായത് എക്സെട്രാ ബാർ ഇനിറ്റ് ടാബ് എന്ന് പറയുന്ന ഫയലിലുള്ള കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്താണ് ഓരോ അഡ്ജസൻ്റ് ആയിട്ടുള്ള റൺ ലെവൽസിലേക്കും നമ്മുടെ സിസ്റ്റം ട്രാൻസിഷൻ നടക്കുന്നത്. സെയിം പ്രോഗ്രഷൻ ഈസ് മെയ്ഡ് ഇൻ റിവേഴ്സ് ഓർഡർ വെൻ ദ മെഷീൻ ഈസ് ഷട്ട് ഡൗൺ. അതായത് ഷട്ട് ഡൗൺ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി ഏത് പ്രോഗ്രഷനാണ്, ഇപ്പോൾ സപ്പോസ് ഞാൻ ലെവൽ 0 ആണ് ഇനീഷ്യലി ഉണ്ടാവുക, ഞാൻ ലെവൽ 1ലേക്ക് വന്നു, പിന്നെ ലെവൽ 3ലേക്ക് വന്നു. അപ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നേരെ റിവേഴ്സ് ലെവൽ 1ലേക്ക് വരിക, പിന്നെ ലെവൽ 3ലാണുള്ള ലെവൽ 1ലേക്ക് വരിക, പിന്നെ ലെവൽ 0ലേക്ക് പോവുക. അതായത് ആ റിവേഴ്സ് ഓർഡറിൽ അക്കംപ്ലിഷ് ചെയ്യണം.